ഈ ഒരു ന്യൂസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ? പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കരുത്, എല്ല് വൃക്ക തകരാറുകൾക്ക് ഇത് കാരണമായിരിക്കും. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പല മീഡിയാസും ഇത് ഭയങ്കര ഹൈപ്പിൽ ഇപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോഴുള്ള മീഡിയാസ് നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കണ്ടന്റ്സ് എന്താണെന്ന് പറയാതെ ഇതുപോലെയുള്ള പെട്ടെന്ന് റീച്ച് കിട്ടുന്ന ഒരു ഹെഡിങ് കൊടുക്കുക. കാണുന്ന 80% ആൾക്കാരും ICMRന്റെ റിസർച്ച് എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാതെയാണ് ഈ ഒരു ഹെഡിങ് കണ്ടതുകൊണ്ട് മാത്രം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ബാഡ് ആണ് എന്നൊരു കൺസെപ്റ്റ് മൈൻഡിൽ വരുന്നത്. ഈ റിസർച്ചിൽ ICMR പറഞ്ഞിരിക്കുന്നത് ഇതിലായി ഷുഗർ ആഡ് ചെയ്ത, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആഡ് ചെയ്ത, കളർ ആഡ് ചെയ്ത, പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത പ്രോട്ടീൻ സപ്ലിമെന്റ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ഇതുപോലെയുള്ള രോഗങ്ങൾക്ക് കാരണമായിരിക്കും. നല്ല ബ്രാൻഡിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിന് മോശമാണെന്ന് ഒരു റിസർച്ചിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാക്രോ ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യണം. ചിക്കൻ, മുട്ട, പനീർ, ഫിഷ് ഇതൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുക, നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ലൊരു ക്വാളിറ്റി വേ പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്പെഷ്യലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക്. പ്രോട്ടീൻ പൗഡർ എന്ന പേരിൽ 500,000 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത പ്രോട്ടീൻ പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി ഉറപ്പുവരുത്തുക. നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സപ്ലിമെന്റ്സ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ മീഡിയയിൽ കാണുന്ന ഒരു വാർത്തയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതിന്റെ ജെന്യൂനിറ്റി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക.